അതെ, ഇടുക്കിയിലെ ഒരു വൈകുന്നേരം നമുക്ക് കണ്ടാലോ? എന്ത് രസമാണെന്ന് അറിയാമോ? എനിക്കിങ്ങനെ വീക്ക് ഓഫിനും അല്ലെങ്കിൽ ലീവൊക്കെ എടുത്ത് ഞാൻ വരുമ്പം ഈവനിങ്ങിൽ ഇങ്ങനെ പറമ്പിക്കലൊക്കെ നടന്ന് ഓരോന്നൊക്കെ പറിച്ച് കിടക്കാൻ ഭയങ്കര ഇഷ്ടം. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ എല്ലാം ചോട് വരണ്ട് വരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന് ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വെള്ളം നല്ല തണുത്ത വെള്ളം. അപ്പോൾ അമ്മ നട്ടു വെച്ചിരിക്കുന്ന കുറേ ബീൻസ് ഉണ്ട്. ഇത് പരന്ന ബീൻസാണ് കേട്ടോ. ഇതിന് നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പരന്ന ബീൻസ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ബീൻസ്. അപ്പോൾ കുറേയൊക്കെ മൂത്ത് പോയി, കുറേയൊക്കെ ശരിയായി, അതായത് കറക്റ്റ് പാകത്തിനൊക്കെ കിട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച്, പിന്നെ എപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് നമ്മുടെ കുട്ടിത്തക്കാളി, അതും ഒരു മുറം നിറച്ച് കിട്ടി. അപ്പോൾ വെള്ളം എല്ലാ ചെടികൾക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അമ്മ അവിടെ ഓസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. മുറ്റത്ത് നട്ടതാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ആളങ്ങ് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ റോഡിൻ്റെ അവിടം വരെ എത്തിയേക്കുവാണ് കേട്ടോ. എനിക്കെന്തായാലും ആ കാണിച്ചതിൻ്റെ മുറം ഉണ്ടല്ലോ, മുറം നിറച്ചും കിട്ടി കേട്ടോ. വന്ന് റോഡ് സൈഡിൽ തന്നെ വന്ന് പറിക്കേണ്ട അവസ്ഥയായി. അതുപോലെ ഗ്രോത്ത് ഉണ്ട്. നമ്മളൊരു സൈഡിൽ ചെറിയൊരു കഷ്ണം നട്ടാൽ മതി, നന്നായിട്ടുണ്ടാവും. എങ്ങനെ പോയാലും നമുക്ക് ഒരു വീക്കിലി 2 ആയിട്ട് പറിക്കാനായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്താ പേര് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെയൊക്കെ വൈകുന്നേരം എങ്ങനെയാണ്? ഇതുപോലെയൊക്കെയാണോ, അതോ ഇനി ടി വിയൊക്കെ കണ്ട് റൂമിനകത്ത് ഇരിക്കുന്ന പരിപാടിയാണോ? ഒന്ന് ചേഞ്ചിന് ഇങ്ങനെയൊന്ന് മാറി പിടിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിത്തക്കാളി. നമുക്ക് ഇന്ന് ഇത്രയും കുട്ടിത്തക്കാളിയും പിന്നെ ആ മുറം നിറച്ച് ബീൻസുമാണ് കിട്ടിയത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.